നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. അരിങ്ങോടരുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വടക്കൻ പാട്ടുകളിലൂടെ പ്രശസ്തനായ ഒരു ചേകവരായിരുന്നു അരിങ്ങോടർ. എങ്കിലും വടക്കൻ പാട്ടുകളിൽ അരിങ്ങോടരുടെ ജീവിതകഥ വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ ക്യാപ്റ്റൻ രാജു എന്ന അഭിനേതാവ് അനശ്വരമാക്കിയ കഥാപാത്രമാണ് അരിങ്ങോടർ. അദ്ദേഹത്തിന്റെ ജീവിതം നോക്കാം. കൊലോസ്ത്രി നാട്ടിൽ 7 അംഗം വെട്ടി ജയിച്ച ഒരു ചേകവരായിരുന്നു അരിങ്ങോടർ. 7 കളരിക്ക് ആശാനായിരുന്നു അദ്ദേഹം. ആനയെ മയക്കുന്നവൻ എന്നാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചിരുന്നത്. തഞ്ചത്തിൽ സംസാരിക്കുവാനും പെരുമാറുവാനും അരിങ്ങോടർക്ക് പ്രത്യേകമായ കഴിവുണ്ട്. മരപ്പാവയും മയക്കുന്നവൻ ആണെന്നാണ് അദ്ദേഹത്തെ പറ്റി ആളുകൾ പറഞ്ഞിരുന്നത്. അസാമാന്യമായ ധീരതയും മെയ്യഴകും അരിങ്ങോടർക്കുണ്ടായിരുന്നു. അംഗത്തിൽ തോറ്റ ചരിത്രം അരിങ്ങോടർക്കുണ്ടായിട്ടില്ല. എങ്ങനെയും അംഗം ജയിക്കാൻ വിരുദുണ്ട് അരിങ്ങോടർക്ക്. വിജയിക്കാൻ വേണ്ടി ചതി പ്രയോഗിക്കണമെങ്കിൽ അതിനും മടിക്കാത്ത സ്വഭാവമായിരുന്നു അരിങ്ങോടരുടേത്. പുത്തിരി അംഗത്തിന്റെ കഥ നോക്കാം. ഒരിക്കൽ പ്രജാപതി നാട്ടിലെ കുരുങ്ങടി കൈമൾ എന്ന ദേശവാഴി മരണപ്പെടുകയും അധികാരത്തിനായി അനന്തരവരിൽ കീഴൂരിടത്തിലെ ഉണിക്കോനാരും മേലൂരിടത്തിലെ ഉണിച്ചന്ദ്രാരും തമ്മിൽ മൂപ്പുതർക്കമുണ്ടായി. വൈറ്റാട്ടിയുടെ സാക്ഷിമൊഴിയും മറ്റു നാടുവാഴികളുടെ ഒത്തുതീർപ്പ് ശ്രമങ്ങളും വിഫലമായി. ഉഭയകക്ഷികൾ പരസ്പരം അംഗപ്പോര് നടത്തി പ്രശ്നം പരിഹരിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടു. ഉണിച്ചന്ദ്രാരും നായന്മാരും കോലോസ്ത്രി നാട്ടിലെത്തി അരിങ്ങോടരുടെ വീട് തേടി ചെന്നു. ഉണിച്ചന്ദ്രാർക്ക് വേണ്ടി അംഗം വെട്ടാൻ അരിങ്ങോടർക്ക് സമ്മതമായിരുന്നു. പൊൻപണം എത്രയെന്ന് തീരുമാനിച്ചുറപ്പിച്ച് കൊടുത്തു. അംഗത്തിൽ തോറ്റ ചരിത്രമില്ല അരിങ്ങോടർക്ക്. ഈ അംഗത്തിലും അരിങ്ങോടർ ജയിക്കും. താനായിരിക്കും കുറുങ്ങാട്ടിടം വാഴുന്നത് എന്ന് ഉണിച്ചന്ദ്രാർ സ്വപ്നം കണ്ടു. പ്രജാപതി നാട്ടിൽ നഗരത്തലയ്ക്കൽ തൃപ്പങ്കോട്ടപ്പന്റെ നടയിലാണ് അങ്കത്തട്ട് പണിയുവാൻ തീരുമാനിച്ചത്. അരിങ്ങോടർ തനിക്ക് പരിചയമുള്ള വിശ്വകർമ്മനെ അങ്കത്തട്ടിന്റെ പണിയേൽപ്പിച്ചു. അരിങ്ങോടർ 64 പണം വിശ്വകർമ്മന് എണ്ണിക്കൊടുത്തിട്ട് പറഞ്ഞു, ഈ പണം നിന്റെ സന്തോഷത്തിനുള്ളതാണ്. അങ്കത്തട്ട് പണിയുമ്പോൾ കൂട്ടത്തിൽ മുറിപ്പലക വെച്ച് ഉറപ്പിക്കണം. മുറിപ്പലക ചെമ്പാണിക്ക് പകരം മുളയാണിയിട്ട് മുറുക്കണം. മനസ്സിലായല്ലോ. വിശ്വകർമ്മൻ അരിങ്ങോടരുടെ നിർദ്ദേശപ്രകാരം തന്നെ അങ്കത്തട്ട് പണിയുകയും ചെയ്തു. ഇരട്ടത്തൊളിമിന്നുന്ന കുഞ്ഞുണ്ണൂലി അരിങ്ങോടരുടെ മകളാണ്. എള്ളിൽ ലൊളിമിന്നുന്ന കുഞ്ഞുണ്ണൂലി എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. എണ്ണക്കറുപ്പഴകി എന്നും അവൾ വിശേഷിപ്പിച്ചിരുന്നു. അതീവ സുന്ദരിയായിരുന്ന കുട്ടിമാണി അരിങ്ങോടരുടെ മരുമകളായിരുന്നു. കുട്ടിമാണിക്ക് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. അമ്മാവനായ അരിങ്ങോടരാണ് കുട്ടിമാണിയുടെ രക്ഷകർത്താവ് ആയിരുന്നത്. 2 പെണ്ണുങ്ങളുടെയും മാംഗല്യം അക്കാലത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അരിങ്ങോടരും മകളും മരുമകളും വളരെ തന്ത്രശാലികളായിരുന്നു. ഉണിച്ചന്ദ്രാരുടെ എതിരാളിയായി ഉണിക്കോനാർ പുത്തൂരം വീട്ടിലെ ആരോമൽ ചേകവരെയാണ് അംഗത്തിന് കൂടെ കൂട്ടിയത്. അങ്കത്തട്ടിൽ അംഗം വെട്ടേണ്ടത് ആരോമലും അരിങ്ങോടരുമായിരുന്നു. ആരോമലിന് തുണയായി പോകാൻ ചട്ടം കെട്ടിയിരുന്നത് ചന്തുവിനെയായിരുന്നു. ചന്തു കൊല്ലക്കുടിയിൽ ചുരിക കടയിക്കാൻ പോകുന്ന പോക്കിൽ അരിങ്ങോടർ ചന്തുവിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചു. പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉണ്ണിയാർച്ചയും ചന്തുവും തമ്മിലുള്ള വിവാഹത്തിന് എതിര് നിന്നത് ഉണ്ണിയാർച്ചയുടെ ആങ്ങളെയായിരുന്ന ആരോമലായിരുന്നു എന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചു. ആരോമലിനോടുള്ള പകയുടെ കനൽ ചാരം മൂടിക്കിടക്കുകയായിരുന്നു ചന്തുവിന്റെ മനസ്സിൽ അത്ര നാള്. ആ കനൽ അരിങ്ങോടർ ഊതിക്കത്തിച്ചു. അരിങ്ങോടരുടെ മകൾ കുഞ്ഞുണ്ണൂലിയെ അരിങ്ങോടർ ചന്തുവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. കുഞ്ഞുണ്ണൂലി ചന്തുവിനെ പ്രലോഭിപ്പിക്കാൻ പരിശ്രമിച്ചെങ്കിലും അതിൽ പരാജയപ്പെട്ടു. പിന്നീട് ചന്തുവിനെ വശീകരിക്കാൻ വേണ്ടി അരിങ്ങോടർ തന്റെ മരുമകളായ കുട്ടിമാണിയെ പറഞ്ഞയച്ചു. അവൾ മോഹിപ്പിക്കുന്ന വിധം അണിഞ്ഞൊരുങ്ങി ചന്തുവിനെ സ്നേഹത്തോടെ വീട്ടിലേക്ക് സ്വീകരിച്ചു. കുട്ടിമാണി ചന്തുവിനെ പ്രലോഭിപ്പിച്ചു. വരാൻ പോകുന്ന അംഗത്തിൽ തന്റെ ഏക ആശ്രയമായ അരിങ്ങോടരെ രക്ഷിക്കണമെന്ന് അവൾ ചന്തുവിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ രക്ഷിച്ചാൽ അവൾ ചന്തുവിന്റെ പെണ്ണായിരിക്കുമെന്ന് കുട്ടിമാണി ചന്തുവിന് ഉറപ്പുകൊടുത്തു. ചന്തുവിന്റെ കയ്യിൽ കടയിക്കാൻ കൊണ്ടുപോകുന്ന 4 ചുരുകൾ ഉണ്ടായിരുന്നു. അരിങ്ങോടർ ചന്തുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതുപോലുള്ള ചുരുകുകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ചുരുകുകൾ കൊണ്ടായിരിക്കും എൻ്റെ മരണം. ചന്തു എന്നെ രക്ഷിക്കണം. കൊല്ലൻ ചുരുക കടയും നേരത്ത്
ഈ 4 ചുരികകളിൽ ഒരു ചുരികയുടെ ഇരുമ്പാണി തട്ടി മുളയാണിയിട്ട് മുറുക്കാൻ പറയണം കൊല്ലനോട്. മുളയാണിയിട്ട് മുറുക്കി പൊൻകാരമിട്ട് വിളക്കിയാല് ചതി ആരും തിരിച്ചറിയില്ല. ആ ചുരിക കൊണ്ട് വേണം ആരോമൽ അങ്കത്തട്ടിൽ കയറാൻ. ഒരു കാരണം കൊണ്ടും മാറ്റ ചുരിക കൊടുക്കുകയും അരുത്. അങ്കത്തിൽ നീ എന്നെ ജയിപ്പിച്ചാൽ നിനക്ക് ഞാൻ തക്ക പ്രതിഫലം തരും. എൻ്റെ മകൾ കുഞ്ഞുണ്ണൂലിയും മരുമകൾ കുട്ടിമാണിയും നിനക്കുള്ളതാണ്. എൻ്റെ കാലശേഷം എൻ്റെ കളരിയും എല്ലാ സ്വത്തുക്കളും നിന്റെ വരുതിയിൽ വരും. മകളുടെയും മരുമകളുടെയും കൈപിടിച്ച് അരിങ്ങോടർ ചന്തുവിനെ ഏൽപ്പിച്ചു. ചന്തു പറഞ്ഞതെല്ലാം സമ്മതിച്ച് ചുരികനാലും വീരാളിപ്പട്ടിൽ പൊതിഞ്ഞ് കൊല്ലക്കുടിയിലേക്ക് പുറപ്പെട്ടു. നഗരത്തലയ്ക്കൽ തൃപ്പങ്കോട്ടപ്പന്റെ തിരുനടയിലാണ് അങ്കത്തട്ട് പണിതീർത്തിരിക്കുന്നത്. അങ്കത്തിന്റെ സമയമായപ്പോൾ അരിങ്ങോടരും ആരോമലും കച്ചമുറുക്കിക്കൊണ്ട് അങ്കത്തിനൊരുങ്ങുന്ന നേരത്ത് നാടുവാഴി കൽപ്പിച്ച പ്രകാരം ഉണിക്കോനാർ കുറുങ്ങാട്ടിടത്തുണ്ടായ മൂപ്പിളത്തർക്കം ലോകർ സമക്ഷം വിസ്തരിച്ചു. വൈറ്റാട്ടിയുടെയും മണ്ണാത്തിയുടെയും വാക്ക് ഉണിച്ചന്ദ്രാർ വിശ്വസിക്കാൻ തയ്യാറാവാഞ്ഞതുകൊണ്ട് മൂപ്പിളത്തർക്കം തീർക്കാനായിക്കൊണ്ട് ചേകവന്മാർ അംഗം പിടിക്കട്ടെ എന്ന് തമ്പുരാൻ കൽപ്പിച്ചെന്നും തനിക്ക് വേണ്ടി പുത്തൂരം വീട്ടിലെ ആരോമൽ ചേകവരും ഉണിച്ചന്ദ്രാർക്ക് വേണ്ടി കോലോസ്ത്രി നാട്ടിലെ അരിങ്ങോടർ ചേകവരും അംഗം പിടിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ടെന്നും ഉണിക്കോനാർ മാലോകരെ ധൈര്യപ്പെടുത്തി. ചേകവന്മാർ അങ്കത്തട്ടിലേറാനുള്ള സമയമായി. അപ്പോൾ നാടുവാഴി കൽപ്പിച്ചു, ആളംഗത്തിന് മുമ്പ് കോഴിയംഗം നടക്കട്ടെ. കോഴിയംഗം കൊണ്ടേ തീർപ്പറിയാം. ചേകവന്മാർക്ക് സമ്മതമാണെങ്കിൽ ആളംഗം ഒഴിവാക്കാമെന്ന് വിചാരിച്ചാണ് നാടുവാഴി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ കോഴിയംഗം ആരംഭിച്ചു. അരിങ്ങോടരുടെ അരക്കൻ പുള്ളിയും ആരോമലിലൂടെ പാലൻ ചിങ്ങനും ചിറകു വിരുത്തിക്കൊണ്ട് നേർക്കുനേരെ പാഞ്ഞെടുത്തു. അങ്കക്കോഴികൾ രണ്ടും വാശി പെരുത്ത് പറന്നുകൊത്തി. ഒടുവിൽ അരക്കൻ പുള്ളി വാടിമയങ്ങി. ആ തക്കത്തിന് പാലൻ ചിങ്ങൻ അരക്കന്റെ തല കൊത്തി കുടൽമാല വലിച്ചെടുത്തു. അരിങ്ങോടർ ചേകവർ തോൽവി സമ്മതിക്കുന്നുവോ എന്ന് നാടുവാഴി വിളിച്ചു ചോദിച്ചു. ആളംഗം പിടിക്കാമെന്ന് അരിങ്ങോടർ വാശി പറഞ്ഞു. അങ്ങനെ ആളംഗം നടക്കാനായിട്ട് നാടുവാഴി അനുവാദം കൊടുത്തു. തുണയാളുകൾ നീട്ടിക്കൊടുത്ത ചിരികയുമായി അരിങ്ങോടരും ആരോമലും അങ്കത്തട്ട് വണങ്ങിക്കൊണ്ട് മുഖാമുഖം നിന്നു. നേരംഗം തുടങ്ങി. വാൾത്താരിയും കോൽത്താരിയും പറഞ്ഞു വെട്ടി, അംഗം പരപ്പ് പാഞ്ഞുവെട്ടി, അടിവാളും മേൽവാളും വീശിവെട്ടി, കേമങ്ങൾ ഊന്നിമറിഞ്ഞു വെട്ടി. അംഗം മുറുകിയ നേരത്ത് ആരോമലുടെ ചുരിക കണയിൽ വെച്ച് മുറിഞ്ഞുപോയി. അരിങ്ങോടർ ചീറ്റിക്കൊണ്ടെടുത്തു. മിന്നൽ വേഗത്തില് ആരോമലുടെ നാഭിക്ക് നേരെ അരിങ്ങോടർ ചുരിക നീട്ടി. ആരോമൽ സൂക്ഷിച്ചു തടുത്തതിനാൽ വലിയ മുറിവ് സംഭവിച്ചില്ല, എങ്കിലും ചെറിയ മുറിവുണ്ടായി. ചേവകവന്മാർക്ക് ചേരാത്ത പ്രവൃത്തി കണ്ട് ആരോമൽ തന്റെ മുറിച്ചുരുക അരിങ്ങോടരുടെ നേർക്ക് എറിയുകയും അരിങ്ങോടരുടെ തലയറുത്ത് അവിടെ തൽക്ഷണം മരിക്കുകയും ചെയ്തു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.